750 ബിസിനസ് വോളിയം. 10,000 രൂപയ്ക്കാണെങ്കിലോ 7,500. അതോടൊപ്പം തന്നെ അടുത്ത 3 ബ്രാൻഡായ ആഹാർ, ന്യൂസ്റ്റർ, MI ഹോം, ഈ ബ്രാൻഡുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിന്റെ 35% ബിസിനസ് വോളിയം. 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ 350 ബിസിനസ് വോളിയം. ഇത് പർച്ചേസ് ചെയ്യുന്ന ബിസിനസ് വോളിയത്തിന് ആനുപാതികമായിട്ടാണ് നമുക്ക് എന്ത് വരുമാനം കിട്ടുന്നത്? സെയിൽസ് ടേൺ ഓവർ. പക്ഷേ ഇവിടെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്തപ്പോ, നമ്മുടെ ലീഡേഴ്സ് പറയുന്നത് പോലെ പ്രവർത്തിച്ചപ്പോ, കമ്പനിയുടെ 478 ആദ്യമായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെ കൊണ്ടുവന്ന ആളുകളെ വിശ്വസിക്കുക. അവർ വിജയിച്ച ലീഡേഴ്സ് ആണ്. അവർ പറയുന്ന പ്രകാരം നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന ലൈഫ് ലൈൻസിനെയും കൂടി ചേർത്ത് പിടിച്ചാൽ 100% ഉറപ്പാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നാളെ ഈ 2,10,000 എത്തിയിരിക്കും. അതോടൊപ്പം തന്നെ ഒരാഴ്ച 2,10,000, ഒരു മാസത്തിലാണ് 8,40,000. ഇത് അക്കൗണ്ടിൽ വരുന്ന വരുമാനം മാത്രമാണ്. റീറ്റെയിൽ പ്രോഫിറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഹെൽത്ത് കിട്ടി, എന്ത് കിട്ടി? വെൽത്ത് കിട്ടി. അതോടൊപ്പം തന്നെ പെർഫോമൻസിനനുസരിച്ച് പെർഫോമൻസ് ബോണസ് ഉണ്ട്, സ്റ്റാർ പെർഫോമൻസ് ബോണസ് ഉണ്ട്, റാങ്കിങ് കൊണ്ട് ലോയൽറ്റി ബോണസ് DTC റാങ്ക് മുതലുണ്ട്, റോയൽറ്റിങ് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകമാണ് ടീം ഡെവലപ്മെന്റ് ഫണ്ട്. ഒരു വർഷം നമ്മൾ നേടുന്ന വരുമാനത്തിന്റെ 35% വരെ ആനുവൽ ബോണസ് ആയിട്ട് കിട്ടുന്ന അവസരം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ അതിൽ മേടിച്ച നിരവധി വ്യക്തികൾ നമ്മുടെ ഈ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും അട്രാക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഞാനിപ്പോ നിൽക്കുന്ന ഏത് മേഖലയാണെങ്കിലും അവിടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ കുഴപ്പമില്ലാണ്ടൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്, എന്റെ ഫാമിലി കുഴപ്പമില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളില്ലെങ്കിൽ നമ്മുടെ ഫാമിലി സേഫ് ആണോ? നമ്മളാണ് ആ വീടിന്റെ മെയിൻ വരുമാന സ്രോതസ്സെങ്കിൽ നമ്മളൊന്ന് മാറ്റി നിർത്തി ഒന്ന് ചിന്തിക്കാം, ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ വരുമാനം എന്തായിരിക്കും? നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. ഒരു പാസീവ് ഇൻകം നമ്മുടെ തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമേ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ നോമിനിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മളില്ലെങ്കിൽ ആ നോമിനിക്ക് നമ്മുടെ സൈറ്റ്, നമ്മുടെ കമ്പനി ട്രാൻസ്ഫർ ചെയ്തോളൂ. നമ്മുടെ വരുമാനവും നമ്മൾ ഏത് റാങ്കാണോ നിൽക്കുന്നത്, ഏത് വരുമാനമാണോ നേടുന്നത്, അത് അങ്ങനെ തന്നെ നമുക്ക് നോമിനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളൊരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? നമുക്ക് അതൊന്ന് റിവൈൻഡ് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞതാണ് ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. ഞാനിപ്പോ പരിചയപ്പെടുത്തിയതാണ് ഇന്റർനാഷണൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ള ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് കിട്ടിയ നമ്പർ 1 പ്രൊഡക്ട്സുകളാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്നത്. അതോടൊപ്പം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അവസരം, നമുക്ക് എവിടെ വേണമെങ്കിലും കസ്റ്റമേഴ്സിനെ സിംഗിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് വാങ്ങുക, നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക, നല്ലതാണെങ്കിൽ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹാർവസ്റ്റ് സക്സസ് അക്കാദമി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഏറ്റവും ക്വാളിറ്റി മാനേജ്മെന്റ് ലീഡേഴ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത് നമ്മുടെ കമ്പനിയുടെ MDക്ക് നമ്മളെല്ലാവരും വാട്സപ്പിൽ അല്ലെ കണ്ടതാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് തുടങ്ങിയ ഭാരത് ഗൗരവ് അവാർഡ് നേടിയത് ആരാണ്? നമ്മുടെ കമ്പനിയുടെ MD പ്രവീൺ ജെ ചന്ദ്രസ. അദ്ദേഹം നടത്തിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് ആ ഒരു അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. ഇത്രയും നല്ല ക്വാളിറ്റി മാനേജ്മെന്റ് ഉള്ള ഒരു കമ്പനിയാണ്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ 1:1 റേഷ്യോ, അൺലിമിറ്റഡ് ഡെപ്ത്, 12%. അതോടൊപ്പം ISO സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ഫിക്കിയിലെ ഒരു പ്രൗഡ് മെമ്പറാണ് MI ലൈഫ്സ്റ്റൈൽ. ഫെഡറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ഇനി സ്കില്ലിന്റെ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതാണ് നമ്മുടെ MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്നത്. ഗവൺമെന്റ് കമ്പനിയുടെ പേര് ISP, ഇൻഡിവിജ്വൽ സെയിൽസ് പ്രൊഫഷൻ ആണ്. അപ്പൊ നമ്മളിപ്പോ ഹെൽത്തും കിട്ടി, വെൽത്തും കിട്ടി. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടീമിനോടൊത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം. വേറെ ഏത് മേഖലയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണോ? ഇതൊരു ടീം വർക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എൻജോയ്മെന്റ് കിട്ടുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു ഹസ്ബൻഡ് കൂടി സർജിക്കൽസ് മേഖല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഞങ്ങളുടെ ഓഫീസിലെ തന്നെ ഒരു സ്റ്റാഫായ ഗേളി ചേച്ചിയാണ് ഈ അവസരം ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. അന്ന് ശരിക്കും എല്ലാവരും പറയുന്നത് പോലെ ആദ്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അതേപോലെ തന്നെ റിജക്ട് ചെയ്ത വ്യക്തികളാണ്. പക്ഷെ കവചപ്രായമുള്ള പ്രൊഡക്റ്റ് മോന് ഉപയോഗിച്ചു, മോന് റിസൾട്ട് കിട്ടിയപ്പോ ഇതിനെ പറ്റി പഠിക്കാൻ തയ്യാറായി, ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറായി.
ശരിക്കും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോയി, ഞങ്ങൾ ലണ്ടനിൽ കൂടി പോയി. ഇനി അതിനേക്കാൾ അഭിമാനം ഞങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ അമ്മയോടൊപ്പം ഫാമിലി ആയിട്ട് ഫ്ലൈറ്റിൽ കയറ്റി ഒരു ടൂർ ഉണ്ടാവാൻ പറ്റി. ശരിക്കും അതൊക്കെ നമ്മൾ വേറെ ഞങ്ങൾ നിൽക്കുന്ന മേഖല, നമ്മൾ വരുമാനം ഇല്ലാത്തൊരു മേഖലയിൽ നിന്നല്ല വന്നത്. പക്ഷെ അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ശരിക്കും ഒരു സ്ട്രെസ്സും ഇല്ലാതെ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മുടെ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സമയം മാത്രമല്ല, നമ്മുടെ പോലെ നിരവധി ആളുകളുടെ സമയവും കൂടി അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമുക്ക് ഇവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ആഗ്രഹ സ്വപ്നങ്ങളില്ലേ? ഉണ്ടോ? എങ്ങനെയുള്ള സ്വപ്നങ്ങളാണ്? അബ്ദുൽ കലാം പറഞ്ഞിട്ട് ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളാണോ? ആഗ്രഹങ്ങൾ നമ്മൾ ജീവിച്ചു പോകാൻ ആരും മാനേജ് ചെയ്യണ്ട. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏത് അവസരം എത്തിയണം? മൈ ലൈഫ് സ്റ്റൈൽ തന്നെ അതിന് ഇവിടെ മാത്രമുള്ള അവസരം. അതിനും വീണ്ടും വരുമാനം പ്രവർത്തിച്ചാൽ വരുമാനം തരുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. ഇന്നിപ്പോ ITC റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന, ഒരിക്കലും ഒരു 10,000 ബിസിനസ് വോളിയം പോലും മാച്ച് ചെയ്യുന്ന ചിന്തിച്ചു വന്ന വ്യക്തികളല്ല. ഇന്ന് 10 കോടി മാച്ച് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ടീമിനോടൊപ്പം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു അവസരം കേട്ടവർ നിങ്ങൾ ഓരോരുത്തരാണ്. ഇത് ഏറ്റെടുത്ത് പ്രവർത്തിക്കണോ വേണ്ടതെന്ന് ആർക്ക് തീരുമാനിക്കാം? ആർക്ക് തീരുമാനിക്കാം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ ഇനിയും നമുക്ക് നേടാം. ഇപ്പൊ ഞങ്ങള് ആദ്യം ഒരു ഓടിട്ട വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ബിസിനസ് ഹൗസിന് വന്നേക്ക് മുമ്പാണ് ഞങ്ങള് ഒരു വീട് ഞങ്ങൾ വെച്ചത്. അതെന്റെ ഡ്രീം ഹൗസ് ആയിരുന്നു. ആ ഒരു വീട് അതായിരുന്നു എന്റെ. പക്ഷെ ഇന്ന് ആ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ വേറൊരു വീടും ഒരു 50 ലക്ഷം കൂടെ എനിക്ക് മേടിക്കാൻ പറ്റി. ആദ്യം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെക്കൻഡ് ഹാൻഡ് കാർ മാത്രമേ ഉള്ളൂ ഈ ബിസിനസ് ഹൗസിൽ വന്നേക്കുമ്പ്. അപ്പോൾ ഞാൻ പുതിയ വണ്ടി എടുക്കണ കാര്യം പറയുമ്പോൾ കുറെ എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു ബിസിനസ് അവസരത്തിൽ വന്നതിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു വണ്ടി എടുത്തു. ഇന്ന് അതുകൂടാണ്ട് 2 വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഇതൊക്കെ ഈ അവസരത്തിലല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊന്നും ഒരു പ്രസന്റേഷൻ നടത്താന്നുള്ള ഒരിക്കലും എന്നെ കൊണ്ട് പ്രായോഗികമായിരുന്ന വ്യക്തിയല്ല. ഇതിനൊക്കെ പ്രാപ്തമാക്കിയത് നിങ്ങൾക്ക് എന്താ വേണം? വരുമാനം വേണോ? ഈ ചാരിറ്റി ആയിട്ട് ചെയ്യണോ? ഏറ്റവും വലിയ ചാരിറ്റി എന്താ? ഒരാൾ അനുഭവിക്കുന്ന വേദന മാറ്റി കൊടുക്കുക. അതോടൊപ്പം അവർക്ക് ഒരു വരുമാനം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചാലോ അതിനും എല്ലാം പറ്റിയ ഒരു അവസരമാണ് എന്തായാലും ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. ഇത്രയും നേരം കേട്ടെ നമ്മൾ പ്രത്യാശ വെച്ചതുകൊണ്ട് ദൈവം നന്നാണ് എൻ്റെ കൊച്ചിന്. അതുകൊണ്ടാണ് ഞാനില്ല വർക്കിങ്ങനെ. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ അവളെ ഞങ്ങൾക്ക് ജീവനോടെ തന്ന ഡോക്ടർമാർ ഉപേക്ഷിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാവരും മരിച്ച ശവം കൊണ്ട് തന്നെ കാണാൻ കാത്തിരുന്നാൽ ഞങ്ങൾ അതുപോലെ വേദനിച്ച. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കഷ്ടതയും സഹനശീല ആത്മധൈര്യം നമുക്ക് പ്രത്യാശ എന്നുള്ളൂ. അങ്ങനെ ആ പ്രത്യാശയിലാണ് ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണഭൂതനായ ഞങ്ങളുടെ ജെനീഷ് സാർ ഞങ്ങളെ ദൈവത്തെ പോലെ കാണുന്നു. അല്ലാതെ വേറെ അപ്പോൾ ജീവന്മാരെ അനുസരിക്കുന്നവരും സത്യമാണ്. അവരെ ആ രീതിയിൽ തന്നെ കാണണം. എല്ലാ സാർമാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വർക്ക് ചെയ്യുന്ന സീനിയർ NTC സംശോധന സാർക്ക് നല്ലൊരു കൈയടി കൊടുത്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മാഡത്തിന് ഒരു നല്ല കൈയോട് കൊടുക്കും. നല്ല അടിപൊളിയായിട്ട് പ്രസന്റേഷൻ കഴിഞ്ഞു. ആ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ലീഡറിനെക്കാട്ടും ഒരു കാര്യങ്ങളും കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. സൂപ്പറായിട്ട് പ്രസന്റേഷൻ ചെയ്യുന്നു. ഇന്ന് എൻ്റെ കൂടെ 5 STC, 4 ZTC, 4 DTC, 3 ATC, 12ഓളം TC അവിടെ അന്തമാനിൽ വർക്ക് ചെയ്യുന്നു. So one of the easiest way to earn lots of income and fulfill our dreams. ഈ ചെറിയൊരു കോൺസെപ്റ്റ് കൊണ്ട് ഞങ്ങൾ ഒപ്പം അപ്ലൈൻ്റെ കൂടെ നിന്നു. മനസ്സുണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ അപ്ലൈൻ്റെ കൂടെ നിന്നപ്പോൾ അപ്ലൈ മനസ്സ് മാറ്റി തന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്ലൈൻ്റെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം അപ്ലൈ സാധിച്ചു തരും. ഓക്കെ, വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. 5 വർഷമായി അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചനാണ് ഫസ്റ്റ് ഐഡിയ അടിച്ചത്. അപ്പച്ചൻ ജീവിച്ചിരിക്കുന്ന ഡിസൈഡ് ITC 10 ലക്ഷം 10 കോടി ബിസിനസ്. അപ്പച്ചൻ സാധാരണ ജീവിച്ചിരിക്കുമ്പോഴാണ് എല്ലാവരും കോടീശ്വരനാണ്. എൻ്റെ അപ്പൻ മരിച്ചു പോയിട്ടും ഇപ്പോഴും കോടീശ്വരനായിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ ബുധനാഴ്ചയും മൈ ലൈഫിൽ പൈസ വന്നാന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ലേ? മൈ ലൈഫിൽ നിന്ന് പൈസ വന്നോ? ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ പെങ്ങളും അമ്മയോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം വന്നാന്ന് ചോദിക്കണം. എല്ലാ ബുധനാഴ്ചയും എൻ്റെ വീട്ടിൽ അപ്പം വരും. കാരണം TC ആവുന്നു, എൻ്റെ ചെറിയ TC ആവുന്നു. എൻ്റെ അമ്മ ഇപ്പോൾ ITC റാങ്കിലേക്ക് വേണമെങ്കിൽ ഒരു സൈഡ് നോക്കാന്നുണ്ടെങ്കിൽ
അത്ര മഹത്വമുള്ള ഒരു ആശയമാണ്. ആരും ഉപേക്ഷിക്കാത്ത തിരിച്ചുകൊള്ളുന്ന സ്റ്റാൻഡ്. മുഖ്യമന്ത്രി ഫ്രീ കൊടുത്തില്ല ഇന്ന്, ഇല്ലേ? അങ്ങനെയെങ്കിൽ ഫ്രീ ആയിട്ട് ഇന്ന് ഈ BOP ബിസിനസ് ഓപ്പർച്യൂണിറ്റി പങ്കുവെച്ച് തന്ന ഇനി മടക്കുന്ന ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എൻ്റെ പ്രിയ സുഹൃത്ത്, എന്നെ ഏറ്റവും ആദ്യം പരിചയപ്പെട്ട വ്യക്തി ബഹുമാനപ്പെട്ട സിജിഒ സാർ. എല്ലാ ലീഡേഴ്സിനെയും, പ്രത്യേകിച്ച് RTC ലീഡേഴ്സ് ഇവിടെ ഒന്നിച്ച് നിന്നത്, അവരിറങ്ങിപ്പോയെങ്കിലും ശരി, ഞാൻ ഈ ബിസിനസ് വിട്ടറിഞ്ഞു പോവുകയല്ല. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് മെഡിസിൻ ഹോൾസെയിൽ ബിസിനസ്സിൽ കേരളത്തിലെ ഫുൾ ചാർജ് വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ എനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മുടക്കമുണ്ട്, കിട്ടാൻ ഇപ്പോഴും ഉണ്ട്. 20 വർഷം മുമ്പ് ഞാൻ നിർത്തിയ രംഗം വിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തേക്ക് വന്നു. മൈലേജ് മാർക്കറ്റിംഗ് കേട്ട് ആ നിമിഷം സ്റ്റാർട്ട് ചെയ്തു. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേരിലും മൂത്ത മകന്റെ പേരിലും ID എടുത്തു. തുടർന്ന് അങ്ങോട്ട് പ്രക്രിയ നടത്തി. ഇപ്പോൾ വീട്ടിൽ 5 പേർക്ക് വരുവാനുണ്ട്. ഇനി 6ാമത്തെ മരിച്ചുപോയ അമ്മ. ഈ സാർ എൻ്റെ വീട്ടിൽ ആദ്യം വരുന്ന അമ്മയുടെ ശവസംസ്കാര ചടങ്ങിനാണ്, അല്ലേ? ആ അമ്മയ്ക്കും ID ഉണ്ട്. അമ്മ ഒരു 80 ലക്ഷം ബിസിനസ് വോളിയം കവർ ചെയ്ത് നിൽക്കുന്നു. വൺ സൈഡ് നോമിനി ഞാനാ. എന്നാ ചെയ്യാം? അപ്പൊ ഈ സുവർണ അവസരം ഇന്ത്യൻ മണ്ണിൽ കണ്ട ഏറ്റവും നല്ല സുവർണ അവസരമാണ്. വിട്ട് കളയരുത്. മാരത്തോൺ ഓട്ടം പോലെയാണ് ഈ ബിസിനസ് കരുതുക. തുടങ്ങാൻ ഒത്തിരി പേര് കാണും, അവസാനിപ്പിക്കാൻ എല്ലാവരും കണ്ടിരുന്നത്. ഇടയ്ക്ക് ഇട്ടേച്ച് പോകുന്നവര് എന്നേക്കുമായി പോയിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിട്ട് മാറും. തുടർന്ന് ഇടമുറിയാതെ തുടർച്ചയായി എല്ലാ ആഴ്ചയും വരുമാനം വാങ്ങിച്ച് സ്ഥിരമായി 2,10,000 ആഴ്ചയിൽ വരുമാനം ഉള്ളവരായിട്ട് മാറണം. ആ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് കൈമാറുന്നു. താങ്ക് യു. എല്ലാ ലീഡേഴ്സിനും ഇന്ന് നിറഞ്ഞ കയ്യടി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു തുടക്കമായിരുന്നു. ആഴ്ചയിൽ 2,10,000 സൗത്ത് ഇന്ത്യയിൽ ആദ്യം മേടിച്ചിട്ടാണ് എന്റെ ലീഡേഴ്സിനുള്ള ഗിഫ്റ്റ് കൊടുത്തതെങ്കിൽ എന്റെ ഫാമിലിയിൽ പൈസ ഇല്ലാത്തതിന് പേര് എന്റെ ഉമ്മി വാപ്പിയൊക്കെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാപ്പി ജീവിച്ചിരിപ്പില്ല, ഇതൊന്നും കണ്ടില്ല. പക്ഷെ എന്റെ ഉമ്മി, പല ആളുകളും അവർക്കൊക്കെ കാറുള്ള സമയത്ത് എന്റെ ഉമ്മീനെ കയറ്റിക്കൊണ്ടുപോയില്ലെങ്കിൽ 2,10,000 കിട്ടിയതല്ല എന്നെ സന്തോഷിപ്പിച്ചത്. ഒരു മകളെന്ന രീതിയിൽ എന്റെ ഉമ്മീനെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി കാർ ഓടിച്ച് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ മറ്റു സിനിമ പറഞ്ഞവരാ വല്ലാത്തൊരു തട്ടോട്ട് വന്നല്ലേ, ആ തട്ടോട്ട മുഖങ്ങളൊക്കെ എന്നെ നോക്കി ചിരിക്കും, അല്ലെ? ഇമോഷണലായി പോകും. കാര്യം ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് എന്റെ മോളെ കളിയാക്കിയവരുടെ മുന്നിലും എന്റെ ഫാമിലിനെ കുറ്റം പറഞ്ഞവരുടെ മുന്നിലും 1 രൂപ പോലും കടബാധ്യത ഇല്ലാണ്ട് കേരളമോട് അടിപൊളിയായിട്ട് ഓടി നടന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളോട് കടമയും കടപ്പാടുമുള്ള വ്യക്തികളാണെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. സർവശക്തനായ ജഗദീശ്വരൻ ഞങ്ങൾക്ക് തന്നതിന്റെ അഹങ്കാരം പറയല്ല. കാശൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇത് വിളിച്ചു പറയാതിരുന്ന സമാധാനം കിട്ടാത്തതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ച ഇവിടെ ഒന്നും വിളിച്ചു പറയുന്നു. അത്രേ ഉള്ളൂ. വിഷ് ഓൾ ദി ബെസ്റ്റ്. ജയ് മലേശ്വർ മാർക്കറ്റിംഗ്. താങ്ക് യു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മുഹമ്മദ് സിനാലാണ്. കണ്ണൂരിൽ നിന്ന് വരികയാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 2 ദിവസം എറണാകുളത്ത് ഇവിടെയൊക്കെ ബിസിനസ് ചെയ്യാണ്. അപ്പം എന്താ ഒരുപാട് ലീഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കേട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാൻ നിൽക്കുന്നില്ല. ഒരുപാട് ലേഡീസിനെ ഇവിടെ കാണുന്നുണ്ട്. ഹലോ അല്ലേ? ലേഡീസിന്റെ പവർ ഒന്ന് കാണിക്കോ? ഹലോ. ഒരു ആനുകൂല്യം കൂടി നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതേ സമയത്ത് തന്നെ ഇന്നൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി നമ്മൾ കിട്ടുന്നുണ്ട്. ആ ആനുകൂല്യത്തിന്റെ കൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി യൂസ് ചെയ്തതിനാൽ ഈ ഒരു അവസരത്തിൽ ഉപയോഗിച്ചാൽ വരുന്ന ഒരു 5 വർഷത്തെ ഈ ഒരു ഇലക്ഷൻ അടുത്ത വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലയിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഇവിടെ വന്ന മുഴുവൻ ലീഡേഴ്സും പറഞ്ഞത്. അതിനാ ഒരു 9 വർഷം മുമ്പേ നമ്മൾ ഇതേപോലെ ഏറ്റെടുത്തപ്പോൾ അന്ന് വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡിഗ്രി പഠിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി പോകണം, ഗൾഫിൽ പോകണം, ജോലി നേടണം എന്നുള്ള ഒറ്റ സ്വപ്നം വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്തുടാ ഒന്ന് കരിയർ ഗൈഡൻസിന്റെ ഒരു ക്ലാസ് ഉണ്ട്, നിന്നെ ഒന്ന് കാണണം, ഒരു ഞായറാഴ്ച ദിവസം മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരണം പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയതാണ്. ക്ലാസ് ഉണ്ടോ, അല്ലെങ്കിൽ MBA ആരെങ്കിലും ഉണ്ടോ, ലെക്ചർ ഉണ്ടോ, ടീച്ചർ ഉണ്ടോ വിചാരിച്ചിട്ടാണ് അവിടെ പോകുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ പോയപ്പോഴാണ് സോപ്പ്, പേസ്റ്റ്, ഹെയർ ഓയിൽ, ഫെയർനെസ് ക്രീം, ചാമ്പ്യൻ തേയില മുതൽ ഒരുപാട് പ്രൊഡക്ട്സുകൾ കാണുന്നത്. പിന്നെ എത്തും വരെയും തുടങ്ങി. അന്ന് ഇതേപോലെ പ്രൊജക്ടറോ ഒന്നുമില്ല. അവിടെ വന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ 10,000 മാച്ച് ചെയ്താൽ 1000 രൂപ കിട്ടും, ഒരു സോപ്പ് വിറ്റാൽ ഇത്ര കിട്ടും, ഹെയർ ഓയിൽ വിറ്റാൽ ഇത്ര കിട്ടും, ഓരോ ഉൽപ്പന്നങ്ങളുടെ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ പ്രൊഡക്ട്സ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഉണ്ട്. അതിലൊന്നും കിട്ടാത്ത അപാരമായ ക്വാളിറ്റിയും സംസാരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അഥവാ വിറ്റ് കിട്ടിയാൽ ലാഭമല്ലേ. കോളേജിൽ പോകാൻ ഒരു ദിവസം പാപ്പാനോടോ ഉമ്മാനോടോ ഒരു 100-200 വാങ്ങിക്കണം.
ഇത് വാങ്ങാണ്ട് സ്വന്തമായിട്ട് പോകുന്നതിലാണ് ഒരു അന്തസ്സ് എന്നുള്ള രീതിയിലേക്ക് വിചാരിച്ചിട്ടാണ് ആദ്യം ബൾബ് കത്തിയത്. രണ്ടാമത് ഞാൻ വിചാരിച്ചു കോളേജിലേക്കുള്ള ഫീസ് സ്വന്തമായിട്ട് അടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതും നല്ലതല്ലേ എന്ന രീതിയിലേക്കാണ് രണ്ടാമത് ഉള്ളിൽ പോയത്. മൂന്നാമത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് ഡിഗ്രി കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ടോ മറ്റുള്ള ഒരു പരിപാടി കളഞ്ഞിട്ടല്ല മൈലേജ് സ്റ്റൈലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന മേഖലയുടെ കൂടെ തന്നെ 1-2 മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ആ സ്പെൻഡിങ്ങിലേക്ക് കൂടി 1, 2, 3, 4 വ്യക്തികളിലേക്ക് കൂടി വലിയൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഡിഗ്രിന്റെ കൂടെ ഏതാനും ആദ്യമൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ നോ പറയാൻ പറ്റും. ഞാൻ അവരോട് ആദ്യം തന്നെ വെച്ചിട്ട് ആളെ പിടിക്കുന്ന പരിപാടിയല്ലേ, ഇത് ചങ്ങലല്ലേ, ഇങ്ങനെ പല കൺഫ്യൂഷൻസ് ആളോട് പറഞ്ഞപ്പോൾ ആൾ എല്ലാത്തിനും ഉദാഹരണം പറഞ്ഞു. മുകേഷ് അംബാനി അങ്ങനെയാണ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ആണല്ലോ, കുറേയധികം ഫ്രാഞ്ചൈസി കൂട്ടിയെടുക്കുന്നത്. നമ്മളും അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ വ്യക്തികളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസി കൂട്ടി കൊടുക്കുന്ന പോലെ തന്നെ നമ്മളും കൂട്ടി കൊടുക്കുന്നത്. അപ്പൊ ഇത് വിറ്റാൽ നല്ല പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ പതുക്കെ ഡിസിഷൻ എടുത്ത് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ആദ്യം തുടക്കത്തിൽ ഈ അവസരം പറഞ്ഞപ്പോൾ കട്ട നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഈ കട്ടിന്റെ അടിയിൽ ബെഡിന്റെ അടിയിൽ ഇത് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് സത്യം പറഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ദിവസത്തെ ടെൻഷൻ എന്താ അറിയോ, ഇത് പിടിക്കരുതേ. സാധാരണ എന്തെങ്കിലും എക്സാമിന്റെ കോപ്പി പേപ്പറോ അല്ല വേറെ എന്തെങ്കിലും ഒളിപ്പിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടെൻഷൻ ആയിരുന്നു ഈ ഉൽപ്പന്നങ്ങൾ വീട്ടിന്റെ അടിയിൽ ഉണ്ടാവും. അപ്പൊ എല്ലാ ദിവസത്തെ ടെൻഷൻ ഇത് എങ്ങനെ ഒരാൾക്ക് കൊടുക്കും. ഒരാൾ ചിരിച്ചു കണ്ടാൽ അപ്പോൾ പേസ്റ്റ് വേണോ, ഒരാൾക്ക് നേരെ ഉണ്ടെങ്കിൽ ഇത് ഹെയർ ഓയിൽ കൊടുത്താലോ. അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് അത് ഉള്ളിൽ വന്ന് ആരെ കണ്ടാലും പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കണം. കാരണം നമ്മൾ നോക്കാൻ നേരത്തെ സാറ് പറഞ്ഞ തന്നെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഓരോ ദിവസം കൂടി വരികയാണ്. ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ട്സ് ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് കൂടി കിട്ടിയ പ്രൊഡക്ട്സ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന എലമെന്റ്സിന്റെ ബ്രാൻഡ്. അപ്പൊ അത്തരത്തിൽ ട്രസ്റ്റഡ് ആയ ആയുഷ് പ്രീമിയർ സർട്ടിഫിക്കറ്റ് കിട്ടിയ പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നത്. നമുക്ക് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ബ്രാൻഡാണ്. ഒരാൾക്ക് കൊടുത്താൽ അദ്ദേഹത്തിന്റെ റിസൾട്ട് അധികം പേര് പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആൾക്കാരാണ്. അപ്പൊ ഈ കൊടുക്കുന്നതിലേക്ക് കൂടി കിട്ടുന്ന സന്തോഷം, ഒരു പേസ്റ്റ് കൊടുക്കുന്നത് പൈസക്കാരാണെങ്കിലും ഒരു 10 ദിവസം കഴിഞ്ഞാൽ പല്ലിന്റെ കറ മാറി. ഞാൻ തന്നെ ചിന്തിക്കേ എന്താ പരിപാടി, വേദനയ്ക്ക് കൊടുത്താൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ അവർ പറയും മോനെ വേദന മാറി. അപ്പൊ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പുള്ള സമയത്ത് ഞാൻ ഇതെന്താ മാജിക്ക്, ഞാൻ തമാശക്ക് പറയായിരിക്കും വേദന മാറും പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ 10 ദിവസം 20 ദിവസം കൂടുന്നതിനനുസരിച്ച് കൊടുത്ത ആൾക്കാർക്കൊക്കെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്രൊഡക്റ്റിൽ എന്തോ മാജിക് ഉണ്ട്. അങ്ങനെ ആ പ്രൊഡക്റ്റ് ഏറ്റെടുക്കാൻ റെഡിയായി. അങ്ങനെ ആദ്യം ഒരു 10-16 പ്രൊഡക്ട്സ് കിട്ടിയപ്പോൾ ആവേശം കൂടി. അങ്ങനെ ഏകദേശം ഒരു 10-700 ചില്ലറ പേസ്റ്റ് മാത്രം ആ സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റ് എടുത്താൽ ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു. 75,000 എടുക്കുമ്പോൾ 1 ലക്ഷം രൂപയുടെ പ്രൊഡക്ട്സ് കിട്ടും. അപ്പൊ അങ്ങനെ ഏകദേശം ബാംഗ്ലൂർ പോയി 700 ചില്ലറ പേസ്റ്റ് വാങ്ങിച്ച് ഏകദേശം ഒരു 4-5 മാസം കൊണ്ട് അടിച്ചു വിൽക്കാൻ വേണ്ടി പറ്റും. ആര് ചിരിച്ചാലും പേസ്റ്റ്. അപ്പൊ അങ്ങനെ വിറ്റപ്പോൾ ഒരു 10-40,000 മേലെ ലാഭം ഉണ്ടാക്കാൻ പറ്റി. ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് കോളേജിൽ പോകുമ്പോൾ ബാഗിൽ ആകെ ഉണ്ടാകുന്നത് ബുക്കിനെക്കാട്ടിയും കൂടുതൽ ഈ പ്രൊഡക്ട്സ് ആയിരുന്നു. അപ്പൊ എപ്പോഴെങ്കിലും എക്സാമിൽ ടീച്ചർ ആകാൻ പൊക്കാൻ വന്നതിന് ആരെങ്കിലും ടെൻഷൻ ചെയ്ത് പൊക്കാണ്ട് നിൽക്കണേ. അപ്പൊ അങ്ങനെ കോളേജിലേക്ക് ഫെമിലർ ആക്കാൻ പറ്റി പ്രൊഡക്ട്സിലായിരുന്നു ആദ്യം കൂടുതൽ ഫോക്കസ് ചെയ്ത്. പിന്നെ ടീം ഡെവലപ്മെന്റ് ഇറങ്ങി തിരിച്ച്. അപ്പൊ അങ്ങനെ ഡിഗ്രിന്റെ കൂടെ ആദ്യമൊക്കെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവരൊക്കെ റിജക്ഷൻ ആയിരുന്നു. പിന്നീട് മെല്ലെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തുക്കൾക്ക് കൊടുത്ത് അങ്ങനെ 5 പേരിലേക്ക് കൂടി 5 പേരെ കണ്ടുപിടിക്കാൻ ഒരു ചിലപ്പോൾ ഒരു 10, 20, 30 പേരോട് യെസോ നോ കേട്ട് അങ്ങനെ അതിലേക്ക് കൂടി നോക്കുകയാണ് 10-36 ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനും ഒരു തുടങ്ങി ഒരു 3 വർഷം കൊണ്ട് തന്നെ 2,10,000 എന്ന് പറയുന്ന ഫിഗർ വാങ്ങിച്ചെടുക്കാനും. പിന്നെ ഏകദേശം 3-4 വണ്ടികൾ ഇപ്പൊ 4ാമത്തെ വണ്ടിയിലാണ് XCB90 ബ്രാൻഡ് ന്യൂ വണ്ടിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഒരുപാട് സൗഭാഗ്യമുണ്ട്. അപ്പൊ എന്താ നമ്മുടെ ലീഡർ വെയിറ്റിംഗ് ആണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു, ഇന്ന് ലേഡീസിന്റെ ദിവസമാണ്. ഇന്നത്തെ ഇനി കിട്ടുന്ന ഈ ഒരു ആനുകൂല്യത്തിന്റെ കൂടെ മൈലേഷ്യന്റെ ഓപ്പർച്യൂണിറ്റി, ഈ ബസ്സിൽ എങ്ങോട്ടാ പോകേണ്ട കൺഫ്യൂഷൻ ഇല്ലേ. ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വീട്ടിലേക്കും അവസരം കൊടുക്കാൻ ഓരോരുത്തരുടെ വീട്ടിലും പോയാൽ അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഇലക്ഷൻ മാറുമ്പോഴത്തേക്ക് അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മിനിമം ഏതാണ്ട് എല്ലാ അലവൻസും